ഹായ് മക്കളെ, അമൃത മിസ് ആണ്. ഓണം എക്സാമിന് A+ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം പഠിച്ചിട്ട് പോക്കോ. ഇതിൽ നിന്നൊരു ചോദ്യം നിർബന്ധമായും ചോദിച്ചിരിക്കും. ചോദ്യം ഇങ്ങനെയാണ്: ഇവിടെ നിങ്ങൾക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട്, ഒരു നമ്പറിന്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതിന്റെ അടുത്ത 2 വരികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു നമ്പറിന്റെ പാറ്റേൺ കാണാം, അടുത്ത 2 വരികൾ എഴുതുക. അപ്പൊ നിങ്ങൾ അത്രയൊന്നും ചിന്തിക്കേണ്ട, സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി. ഇവിടെ 1 ആണ്, 1 ആണ്. ഇവിടെ 1ഉം 3ഉം ആണ്, അപ്പൊ ഇവിടെ കൂട്ടി എഴുതി. ഇത് 1ഉം 3ഉം 5ഉം ആണ്, അത് കൂട്ടി എഴുതി. അടുത്തത് എന്തായിരിക്കും വരിക? 1ഉം 3, 5 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യകളാണ്. അപ്പൊ അടുത്ത വരി എന്ന് പറഞ്ഞാൽ 1 + 3 + 5 + 7. ഇതെന്താണ്? 7 3 10 16. അടുത്ത വരി എന്ന് പറയുമ്പോൾ 1 + 3 + 5 + 7 + 9 കൂട്ടിക്കഴിഞ്ഞാൽ 25 എന്ന് വരും. ഇതാണ് 2 വരി എഴുതാൻ പറഞ്ഞത്. അര 1 മാർക്കിന്റെ ചോദ്യം കിട്ടി. അപ്പൊ നമ്മൾ വൃത്തിയായിട്ട് നോക്കണം, ആ പാറ്റേൺ എന്താന്ന് കണ്ടുപിടിക്കണം, അടുത്ത 2 ലൈൻ എഴുതണം. അതിന് മാത്സ് പഠിക്കാൻ നിർബന്ധമൊന്നുമില്ല. ഇവിടെ ഒറ്റ സംഖ്യകൾ അറിയുന്ന 4ാം ക്ലാസ്സിൽ നമ്മൾ ഒറ്റ സംഖ്യകൾ പഠിച്ചിട്ടുണ്ടാവും, 4ലോ 3ലോ. അതറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കുക. ഇതിൽ തന്നെ വാട്ട് ഈസ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഇൻ ദ 6th ലൈൻ? ഇവിടെ നോക്കുക, ഇവിടെ 1ാമത്തെ ലൈനിലെ സം എന്ന് പറഞ്ഞാൽ 1 ആണ്. 2ാമത്തെ ലൈൻ ഇതാണ് സെക്കൻഡ് ലൈനെ, സെക്കൻഡ്, ഇത് ഫസ്റ്റ്. സെക്കൻഡ് ലൈനിലെ സം എന്താണ്? 2 × 2 ആണ്. തേർഡ് ലൈനിലെ സം എന്താണ്? 3 × 3 ആണ്. അല്ലേ? നമുക്കൊന്ന് എഴുതി നോക്കാം, അതായിരിക്കും നല്ലത് അല്ലേ? 1ാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ 1 = 1. ഇത് ഫസ്റ്റ് ലൈൻ ആണേ, ഇത് ഫസ്റ്റ്. സെക്കൻഡ് ലൈൻ എന്താണ്? 2. 1 + 3 എന്ന് പറയുന്നത് 4 ആണ്. ഇതെന്താണ്? ഇത് സെക്കൻഡ് ലൈനാണ്. ഇനി തേർഡ് ലൈൻ നോക്കണേ. 1 + 3 + 5 എന്ന് പറയുന്നത് 9 ആണ്. ഇതെന്താണ്? തേർഡ് ലൈനാണ്. ഇനി ഫോർത്ത് ലൈൻ നോക്കണം. 1 + 3 + 5 + 7. ഇത് എത്രയാണ്? ഇത് എന്ന് പറയുന്നത് 25 ആണ്. അല്ല, 25 അല്ല, 16. ഇത് എന്ന് പറയുന്നത് 16 ആണ്. ഇത് ഫോർത്ത് ലൈനാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ലൈനിൽ 1, അതായത് 1 × 1. സെക്കൻഡ് ലൈനിൽ 4 ആണ് കിട്ടിയത്, അതായത് 2 × 2. തേർഡ് ലൈനിൽ നമുക്ക് 9 ആണ് കിട്ടിയത്, അതായത് 3 × 3. ഫോർത്ത് ലൈനിൽ 16 ആണ് കിട്ടിയത്, അത് 4 × 4 ആണ്. ചോദിച്ചിരിക്കുന്നത് 6th ലൈനിലെ സം ആണ്. ഇതാ ചോദിച്ചിരിക്കുന്നത് എന്താ? 6ാമത്തെ വരിയിലെ ഒറ്റ സംഖ്യകളുടെ തുക എന്താണ്? 6ാമത്തെ വരിയിൽ, 6ാമത്തെ വരി എന്ന് പറഞ്ഞാൽ 6 ഒറ്റ സംഖ്യകൾ നമ്മൾ കൂട്ടണം. 6 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് വരും? 6 ഒറ്റ സംഖ്യ 1 2 3 4 5 6, 6 എണ്ണം കൂട്ടിയാൽ ഉത്തരം വരിക 36 എന്നാണ്. ഇത് 6 × 6 ആണ്. സിമ്പിൾ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് വിൽ ബി ദെയർ ഇൻ ദ 6th ലൈൻ? നമ്മളിപ്പോൾ ചെയ്തു. 6ാമത്തെ ലൈനിൽ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടാകും? 1 2 3 4 5 6. 6 ഒറ്റ സംഖ്യകൾ ഉണ്ടാകും. റെഡി? യെസ്. ഇനി 6ാമത്തെ ഒറ്റ സംഖ്യ ഏതാണ്? 6ാമത്തെ ഒറ്റ സംഖ്യ ഏതാണ്? എങ്ങനെ ഒരു ചോദ്യം ചോദിക്കും നിങ്ങളോട്. 6ാമത്തെ ഒറ്റ സംഖ്യ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 6 എന്ന് പറയുന്ന നമ്പറിനെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 12. ഈ 12ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് 11 എന്ന് കിട്ടും. ഈ 11 ആണ് 6ാമത്തെ ഒറ്റ സംഖ്യ. കണ്ടോ? അപ്പൊ ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കണോ? അങ്ങനെയാണെങ്കിൽ കൃത്യം 7 മണിക്ക് നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ടാകും. അത് എല്ലാവരും ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് 1ാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ, അതായത് 4ാമത്തെ ചാപ്റ്റർ, എക്സാമിനുള്ള 4ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ പഠിക്കും. ഇനി അടുത്ത ക്രിസ്മസ് എക്സാമിന് ഇതേപോലെ തിരക്കിട്ട് അവസാന നിമിഷം ഓടിപ്പടയ്ക്കാനൊന്നും നിൽക്കണ്ട. കൃത്യമായിട്ട് ഫസ്റ്റ് മുതലേ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് സ്ഥലത്തിൽ എല്ലാവരും റെഡിയാണ്. ഇപ്പം ഓണം ഓഫറായിട്ട് 10% ഡിസ്കൗണ്ട് ഉണ്ട്. വേഗം തന്നെ ജോയിൻ ചെയ്തോ. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം.